ബാറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുതുക്കാട് സിഗ്നലിനോട് തൊട്ട് ചേർന്നുള്ള ഹൈവേയോട് തൊട്ട് ചേർന്നുള്ള ബാറാണ് ഇത്. ഇവിടെ വെച്ച് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത്. ആമ്പലൂർ സ്വദേശിയായ സിജോ മദ്യപിക്കാനായി എത്തുന്നു. കൗണ്ടറിലിരുന്നാണ് മദ്യപിച്ചിരുന്നത്. ആ കൗണ്ടറിലിരുന്ന് മദ്യപിച്ചിരുന്ന സമയത്ത് ഈ സിജോ ടച്ചിങ്സ് അധികം ചോദിച്ചു. അതായത് 1ഉം 2ഉം തവണ ടച്ചിങ്സ് ചോദിച്ചതിന് ശേഷം വീണ്ടും പലതവണ ടച്ചിങ്സ് ചോദിച്ചു. ഇതോടുകൂടി ബാർ ജീവനക്കാർ ഈ നൽകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സിജോയുമായി തർക്കമുണ്ടാകുന്നത്. ആ സിജോ തർക്കമുണ്ടായ അപ്പോൾ തന്നെ ആ ഒരു സമയത്ത് തന്നെ വെല്ലുവിളി നടത്തിയാണ് ഇവിടെ നിന്ന് പോയത്. അതിനുശേഷം വൈകുന്നേരം ബാർ അടച്ചതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഈ കാണുന്ന ഈ ചായക്കടയിലേക്ക് ചായ കുടിക്കാനായാണ് ഹേമചന്ദ്രൻ, ബാർ ജീവനക്കാരനാണ്. ഈ ഹേമചന്ദ്രൻ നേരെ ഈ കടയിലേക്ക് 11:30 ചായ കുടിക്കാനായി എത്തിയതായിരുന്നു. ആ സമയത്ത് പുറത്തു നിന്നിരുന്ന ഈ സിജോയാണ് ഈ ഹേമചന്ദ്രനെ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തിയത്. ഇദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ചേട്ടൻ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ പകല് ചെറിയൊരു കസപിസ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് അവൻ ഒരു തലയിലൊരു കെട്ടല്ല ഒരു തുടി എന്തോ കെട്ടിയിട്ടുണ്ട്. ആളപ്പം തിരിച്ചറിയില്ല. ആ കാര്യം ഞങ്ങൾക്ക് ഇത് കണ്ടതിന് ശേഷം തിരിച്ചറിയും. മുഖം മാത്രമേ താടിയും ഇതൊക്കെ കാണുന്നുള്ളൂ. മരിച്ച ആള് ചായ ഇവിടുന്ന് അടച്ചതിന് ശേഷം പോയി കുടിച്ചു കഴിഞ്ഞിട്ട് ക്വാർട്ടേഴ്സിൽ പോയി. അപ്പോൾ ആൾ ഇവിടെ വെള്ളക്കുപ്പി കൊണ്ടുപോയിട്ടുണ്ട്. അത് മറന്നുപോയി എടുക്കാൻ. അപ്പോൾ അത് എടുക്കാൻ വന്നതാണ് പ്രശ്നം. അപ്പോൾ ഒരു തർക്കം ഉണ്ടായില്ല എന്ന് ചായക്കടക്കാരൻ പറഞ്ഞോടെ ആള് വെള്ളക്കുപ്പി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പം പിന്നെ ഈക്കടെ വന്ന് മുമ്പീക്കടെ വന്ന് കുത്തിയ ആളെ കുത്തി. ഇപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഞങ്ങൾ സ്റ്റാഫാണല്ലോ. പിന്നെ അപ്പം ഞാൻ ഓടിച്ചെന്നപ്പോൾ ഒരാളങ്ങോട്ട് ഓടണം. അപ്പം എനിക്ക് മനസ്സിലാവാൻ തന്നെയാണ് ആ കെട്ടും പിന്നെ പകലത്തെ ആ മുഖത്തിൻ്റെ ഒരു ചെറിയൊരു ചായയും കൂടി. അപ്പം എൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ല അവനെന്നെ കുത്തിയെന്ന് പറഞ്ഞു. അപ്പം അവനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉച്ചിലത്തെ ആളാവുന്നു. ഈ ഹേമേന്ദ്രൻ ആയിട്ട് നേരത്തെ ഈ സിജോ പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ സിജോനെ ആരും കണ്ടതായിട്ട് അറിയില്ല. ഇതിന് പാട് അവിടെ കുറേ ആൾക്കാർ കുടിക്കാണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ഇതെവിടുത്ത് ഞങ്ങളറിയില്ല എന്നാണ് പറയുന്നത് അവർ. ഈ ഒരു സംഭവമാണ്, അതായത് ഈ ബാറിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ഇത് ഈ വിഷയമൊക്കെ തന്നെ നടക്കുന്നത് ഈ ഹൈവേയോട് തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. എന്തായാലും പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.